Dear students, നമ്മൾ നോക്കുന്ന ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് റൺസ് ടെസ്റ്റ്. അപ്പോൾ ഈ റൺസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? ഡിഫറെൻറ്റ് പോയിന്റിലുള്ള ആവറേജുകൾ സെയിം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൺസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മെഷറിങ് ദ ആവറേജ് വാല്യൂ ഓഫ് ദ മെഷർമെൻറ്റ് ഇസ് ഡിഫറെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്. രണ്ട് പോയിന്റിലുള്ള ആവറേജ് സെയിം ആണോ അതോ ഡിഫറെൻ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് റൺസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ദാറ്റ് as part of a screening program for heart disease, men aged 45-65 years have their blood cholesterol level measured on entry to the study. After many months, it is noticed that cholesterol level in this population appear somewhat higher in the winter than in the summer. This could be tested formally using a runs test on the recorded data. First, arrange the measurement in the date order in which they were collected. അപ്പോൾ നമ്മൾ പറയുന്നത് റൺസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഡാറ്റകൾക്ക് നമുക്ക് റൺസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യുന്നത്? ആവറേജ് രണ്ടും സെയിം ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ കൊളസ്ട്രോൾ ലെവലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വേരിയേഷൻ കാണുകയാണ്. വിൻ്ററിലും സമ്മറിലും ഡിഫറെൻറ്റ് ആയിട്ടുള്ള കൊളസ്ട്രോൾ ലെവൽ കാണുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റൺസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? വി വാണ്ട് ടു അറേഞ്ച് ദിസ് ഇൻ എ ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് എന്താണ് ചെയ്യുന്നത്? examining whether or not a set of observation continues a random sample from an infinite population. Test for randomness is of major importance because the assumption of randomness underlies statistical inference. In addition, tests for randomness are important for time series analysis. Okay, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് എന്താ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്? ഇത് റാൻഡം സാമ്പിളിംഗ് ആണോ ചെയ്തേക്കുന്നത്, അതായത് നമ്മൾ എടുത്തേക്കുന്ന ഒബ്സർവേഷൻസ് റാൻഡംലി സെലക്റ്റഡ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. റാൻഡം സാമ്പിളിംഗ്, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത്? റാൻഡം സാമ്പിളിംഗ് ടെക്നിക്കാണോ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ജസ്റ്റ് കീപ്പിംഗ് ദ ഹൈപ്പോത്തസിസ് ആണ് വെക്കുന്നത്. H0 എന്താണ്? സാമ്പിൾ വാല്യൂസ് കം ഫ്രം റാൻഡം സീക്വൻസ്, സാമ്പിൾ വാല്യൂസ് കം ഫ്രം എ നോൺ റാൻഡം സീക്വൻസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൈപ്പോത്തസിസ് എന്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്? H0 റാൻഡം സാമ്പിൾസിൽ നിന്ന്, റാൻഡം സീക്വൻസിൽ നിന്ന് തന്നെയാണ് നമ്മുടെ സാമ്പിൾ വാല്യൂ വന്നിരിക്കുന്നത്. അതിൻ്റെ H1 നൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ത് പറയുന്നു? നോൺ റാൻഡം സീക്വൻസിൽ നിന്നാണ് നമ്മുടെ സാമ്പിൾസ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലേ? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ കണ്ടുപിടിക്കുന്നു. സോ വി ക്യാൻ സീ ഹൗ വി ആർ ഫൈൻഡിങ് ദിസ് റൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് എന്നൊരു മെത്തേഡ് പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? പ്രീവിയസ് വാല്യൂവിൽ നിന്ന് വരുന്ന നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ എത്ര കൂടിയിരിക്കുന്നു കുറഞ്ഞിരിക്കുന്നു എൻ്റെ ബേസിസിൽ നമ്മൾ സൈൻ ഇടുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ ഇടുമായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെ റൺസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളതിനെ റൺസ് അപ്പ് എന്നും നെഗറ്റീവ് ആണെങ്കിൽ നമ്മളതിനെ റൺസ് ഡൗൺ എന്നും പറയുന്നു. അപ്പം നമ്മുടെ വാല്യൂസ് ഇങ്ങനെ 2, 3, 4 അങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് പോകുന്നതെന്ന് വിചാരിക്കുക. സോ 2 നോക്കുമ്പോൾ നമ്മൾ ഏതാണ് നോക്കേണ്ടത്? 2വിൻ്റെ പ്രീവിയസ് വാല്യൂ വെച്ചാണ് നമ്മൾ നോക്കേണ്ടത്. പ്രീവിയസ് വാല്യൂവിനെ കഴിഞ്ഞും 2 കൂടുതലാണോ കുറവാണോ? 3 വരുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? 2വിനെ കഴിഞ്ഞും 3 കൂടുതലാണോ കുറവാണോ? സോ 3 ഈസ് ഗ്രേറ്റർ ദാൻ 2, നമുക്കതുകൊണ്ട് പോസിറ്റീവ് സൈൻ ഇടാം. 4 എന്ന് പറയുന്നതോ 4 ഈസ് ഗ്രേറ്റർ ദാൻ 3, നമുക്ക് അവിടെയും പോസിറ്റീവ് സൈൻ ഇടാം. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പം നമുക്ക് ഇവിടെ അത് കഴിഞ്ഞിട്ടൊരു 3 വന്നിരിക്കുന്നതെങ്കിലോ നമ്മളിവിടെ നെഗറ്റീവ് സൈൻ ഇടണം. കാരണം എന്താണ്? 3 കുറവാണ്. അങ്ങനെയാണ് നമ്മൾ റൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റൺസ് അപ്പ് ഓർ റൺസ് ഡൗൺ. അപ്പോൾ റൺസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? റാൻഡം ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സീക്വൻസ് ഈസ് random. Okay, too few runs indicate that sequence is not random, and also too many runs also indicate that the sequence is not random. അപ്പം എന്തിൽ വരണം? ആവറേജിൽ വരണം. ഒരുപാട് റൺസ് വരാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഒബ്റ്റെയിൻ ഫ്രം ദ ടേബിളിൽ നിന്ന് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ ഡിസൈഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിക്കാനുള്ള റൂൾ എന്താണ്? ഡിസിഷൻ റൂൾ. RC എങ്ങനെ വരണം? റേഞ്ച് തന്നിട്ടുണ്ട്. RC ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു R, ലെസ് ദാൻ ഓർ ഈക്വൽ ടു RC. അപ്പർ
അപ്പം അക്സെപ്റ്റ് ചെയ്യുന്നത് H0 നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. അപ്പം ആർ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ RC എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ടൈഡ് വാല്യൂസ് എന്ന് പറയുന്നത് ഇഫ് ആൻ ഒബ്സർവേഷൻ ഇസ് ഈക്വൽ ടു ഇറ്റ്സ് പ്രിസീഡിങ് ഒബ്സർവേഷൻ ഡിനോട്ടഡ് ബൈ 0. അത് നമ്മൾ അറിയാലോ, ഒബ്സർവേഷൻ ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്താ 0 എന്ന, അല്ലെങ്കിൽ നമ്മളവിടെ റണ്ണ് കൊടുക്കില്ല. വൈൽ കൗണ്ടിങ് ദ നമ്പർ ഓഫ് റൺസ് ഇഗ്നോർ ഇറ്റ് ആൻഡ് റെഡ്യൂസ് ദ വാല്യൂ ഓഫ് n അക്കോർഡിംഗ്ലി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈക്വലാണ് വരുന്നതെങ്കിൽ നമ്മൾ റൺസ് ഒന്നും കൊടുക്കില്ല, പിന്നെ നമ്മൾ എന്നിൻ്റെ ടോട്ടലിൽ നിന്ന് അത് കുറയ്ക്കുകയും കൂടെ ചെയ്യണം. ഇപ്പോൾ ലാർജ് സാമ്പിൾ സൈസ് ആണെങ്കിൽ വെൻ സാമ്പിൾ സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ 25 the critical value RC can be obtained using a normal distribution approximation. അവിടെ എന്താണ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ RC എന്ന് പറയുന്ന കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. mu minus 1.96 ആൽഫ ആൻഡ് RC അപ്പർ ആണെങ്കിൽ mu plus 1.96 ആൽഫ. ഈ അപ്പർ ലോവർ എന്ന് പറയുന്നത് എന്താണ്, റൺസ് ആണ്. റൺസ് അപ്പോ റൺസ് ഡൗണോ ആണ് കേട്ടോ. 1 സൈഡ് ടെസ്റ്റിൻ്റെയും പറഞ്ഞിട്ടുണ്ട്, 2 സൈഡ് ടെസ്റ്റിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. mu is equal to 2n minus 1/3. സിഗ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമുക്കത് വെച്ചുള്ളൊരു ഇക്വേഷൻ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, data on values of import of selected agriculture production inputs from Germany by India during recent 12 years is given below. Is the sequence random? ഇത് റാൻഡം ആണോ അല്ലയോ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു റൺസ് ടെസ്റ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റാൻഡംനെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് കീപ് ദിസ് ഹൈപ്പോത്തസിസ്. സീക്വൻസ് ഇസ് റാൻഡം, സീക്വൻസ് ഇസ് നോട്ട് റാൻഡം എന്ന് നമ്മൾ കൊടുത്തു. ആ സീക്വൻസിനെ നമ്മൾ എഴുതി അതിന് ശേഷം നമ്മൾ അതിന് റൺസ് കൊടുക്കുകയാണ്. 5.2, 5.5. Which one is greater? 5.5 is greater. So we put here plus, minus. അങ്ങനെ നമ്മൾ കൊടുത്തു. ഇവിടെ 0 ആയത് 10. അപ്പോൾ 0, 10 എന്ന് 2 10 ആയതുകൊണ്ട് നമ്മൾ 0 കൊടുത്തു. ദെൻ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്, 11 ആണ്. ഓക്കെ, 12 ഇയേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു 0 വന്നുകൊണ്ട് n നമുക്ക് 11 ആയിപ്പോയി. നമ്പർ ഓഫ് റൺസ് എത്രയാണ്, 7 ആണ് റൺസ് എന്ന് പറയുന്നത്. ഓക്കെ, റൺസ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നത്, റൺസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. 2n minus 1/3 എന്ന് പറയുന്നത്. 2 × 11 minus 11 എന്ന് പറയുന്നത് n ആണ്, മൈനസ് 1/3 നമുക്ക് 7 എന്ന് കിട്ടി. ക്രിട്ടിക്കൽ വാല്യൂ ആൽഫ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലാണ്. ദെൻ RC ലോവർ എത്രയാണ്, 4 ആണ്. RC അപ്പർ എത്രയാണ്, 10 ആണ്. സിൻസ് RC ലോവർ less than or equal to R, less than or equal to upper, that is observed R lies between 4 and 10. 4-ൻ്റെയും 10-ൻ്റെയും നടുക്ക് കിടക്കണം. അപ്പോൾ അതുകൊണ്ട് 4-ൻ്റെയും 10-ൻ്റെയും നടുക്കല്ലേ കിടക്കുന്നത്. സോ H0 നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യും. 7 എന്ന് പറയുന്നത് 4-ൻ്റെയും 10-ൻ്റെയും നടുക്കാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, H0നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, ദിസ് സീക്വൻസ് ഇസ് റാൻഡം. ഓക്കെ, അതിൻ്റെ കൂടെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വരുന്ന, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ വരുന്ന ഒന്നാണ് വാൽഡ് വോൾഫോവിറ്റ്സ് റൺ ടെസ്റ്റ്. സാധാരണ റൺ ടെസ്റ്റ് പോലെ തന്നെ ഒന്നാണ് വാൽഡ് വോൾഫോവിറ്റ്സ് റൺ ടെസ്റ്റ്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. യൂസ്ഡ് ഇൻ കേസസ് വെൻ ദ പാരാമെട്രിക് ടെസ്റ്റ് ഇസ് നോട്ട് ഇൻ യൂസ്. നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യാത്ത കേസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടാത്ത കേസസിലാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 different random sample from 2 different population with different continuous cumulative distribution ആണ് ഇവിടെ ചെയ്യുന്നത്. വാൽഡ് വോൾഫോവിറ്റ്സ് ടെസ്റ്റിൽ 2 റാൻഡം സാമ്പിൾസ് ആണ്, 2 ഡിഫറെൻറ്റ് പോപ്പുലേഷൻ കൂടിയാണ്. കണ്ടിന്യൂസ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് ആണോ എന്ന് നോക്കുന്നു. ദെൻ ഇവിടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്, there is significant difference എന്നുള്ളതാണ് നൾ ഹൈപ്പോത്തസിസ്. നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സാമ്പിൾസ്, ഡിഫറെൻറ്റ് പോപ്പുലേഷൻ എടുത്ത് ഡിഫറെൻറ്റ് സാമ്പിൾസിനാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്താ വെക്കുന്നത്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എന്താ പറയുന്നത്, 2 population from which the 2 samples have been drawn are identical in nature. Significant difference between 2 continuous cumulative distribution function ആണ്. അപ്പം നൾ ഹൈപ്പോത്തസിസ് എന്താ പറയുന്നത്, രണ്ടും തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല, ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നാണ് ഇവിടെ പറയുന്നത് നൾ ഹൈപ്പോത്തസിസിൽ പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രോബ്ലം ചെയ്യുന്നത് ആസ് യൂഷ്വൽ നമ്മളിതിനെ റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. റാങ്ക് ചെയ്തിട്ട് ആ റാങ്കുകളെല്ലാം കൂടെ സമ്മപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്ത പോലെ തന്നെ റാങ്കിങ് ആൻഡ് സമ്മിങ് അപ്പ് അത് കോഡ് ചെയ്തിട്ട് സമ്മപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതെവിടെ യൂസ് ചെയ്യുന്ന യൂസ് ടു എക്സാമിൻ വെദർ 2 റാൻഡം സാമ്പിൾസ് കം ഫ്രം പോപ്പുലേഷൻ ഹാവിങ് സെയിം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ. നമ്മൾ നേരത്തെ കണ്ടു സെയിം ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഡിഫറെൻറ്റ് പോപ്പുലേഷനിൽ നിന്ന് എടുത്തതാണെങ്കിൽ പോലും സെയിം ഡിസ്ട്രിബ്യൂഷൻ വന്നതാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് 2 സാമ്പിൾ കം ഫ്രം പോപ്പുലേഷൻ ഹാവിങ് സെയിം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ H1 എന്താണ്, കം ഫ്രം പോപ്പുലേഷൻ ഹാവിങ് ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ പറഞ്ഞു ഈ റാങ്ക് എല്ലാം കൂടെ നമ്മൾ സമ്മപ്പ് ചെയ്യുന്നതാണ്. ഡിനോട്ട് ദ നമ്പർ ഓഫ് റൺസ് ആണ്. ദെൻ അതിനുവേണ്ടി നമുക്ക് N1 + N2 ഒബ്സർവേഷൻ ഫ്രം 2 സാമ്പിൾസ് രണ്ട് സാമ്പിളും കൂടെ കൂട്ടുന്നതാണ് എന്ത്, സം എന്ന് പറയുന്നത്. അതാണ് എന്ത്, നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ദെൻ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നതോ, ക്രിട്ടിക്കൽ വാല്യൂ ഡിഫറൻസ് ഇൻ അത് ക്രിട്ടിക്കൽ വാല്യൂ നമുക്ക് തരുന്നത് എങ്ങനെയാണ്, ഡിസൈഡ് വെദർ ഓർ നോട്ട് ദ നമ്പർ ഓഫ് റൺസ് ആർ ഫ്യൂ ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ടേബിൾ. 5% ഉണ്ട്. ദെൻ table value gives critical value RC from N1 size of the sample and N2. N1ഉം N2ഉം കൂടെ നോക്കിയിട്ടാണ് എന്ത് ക്രിട്ടിക്കൽ വാല്യൂ എടുക്കുന്നത്. ഡിസിഷൻ റൂളാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. R is less than or equal to RC ആണെങ്കിൽ നമ്മൾ we will reject the null hypothesis. മറ്റേതിൽ റേഞ്ച് ആയിരുന്നു നമ്മൾ പറഞ്ഞത്, ഇതിൽ റേഞ്ച് അല്ല, ഇതിൽ പറഞ്ഞേക്കുന്ന R less than or equal to RC ആണ് പറഞ്ഞേക്കുന്നത്. ഇതും അതേപോലെ തന്നെ ടൈ കേസ് ഉണ്ട്. X and Y observation have same value. Place the observation X first if the run of XY observation is continuing. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളെന്താണ്, ലാർജ് സാമ്പിൾ സൈസ് ലാർജർ ദാൻ 20 ക്രിട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, മ്യൂ മൈനസ് ആണ്. ഓക്കെ, 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നമുക്ക് മ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും സിഗ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനുമാണ് തന്നിരിക്കുന്നത്. അപ്പം ഇത് റൺസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നൊരു ടെസ്റ്റൊന്നും അല്ല. നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് ഒരു വിധത്തിലും യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മാത്രമേ എന്ത് യൂസ് ചെയ്യാറുള്ളൂ, നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയിട്ടുള്ള ഈ റൺസ് ടെസ്റ്റ് യൂസ് ചെയ്യാറുള്ളൂ.